ശശി തരൂർ ഇതൊരു സീരീസ് ആക്കുന്ന മട്ടാണ്. വീണ്ടും നരേന്ദ്രമോദിയെ സ്തുതിച്ച് ശശി തരൂർ ഇന്ത്യയിൽ ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെന്നും ഊർജ്ജസ്വലമായ നേതൃത്വത്തിന് കീഴിലാണ് ഇത് സംഭവിക്കുന്നതെന്നും തരൂർ പറഞ്ഞു. കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയസമീപനങ്ങളിൽ നിന്ന് ഇന്ത്യ മാറി. ഉദാരവൽക്കരണത്തിലേക്കും ആഗോളവൽക്കരണത്തിലേക്കുമുള്ള മാറ്റം ഗുണകരമെന്നും ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിലാണ് പരാമർശം. അതിലേക്ക് As India engages strategically with an increasingly multipolar, immensely globalized and interdependent world. And of course, a sharp rightward swing in our politics, from the centrism, even left-of-centre politics of the Congress party, to the far more muscular nationalism of the BJP, which places a premium on charismatic leadership and heavily centralized government. ആദിൽ പാലോട് എത്തുന്നു. വീണ്ടും നമുക്കൊപ്പം ആദിൽ പാലോട്. ശശി തരൂർ റൈസിന ഡയലോഗ് മുതൽ ഇങ്ങോട്ട് തുടർച്ചയായി നടത്തിവരുന്ന ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് വൈബിന്റെ സർവേ, അത് കഴിഞ്ഞ് ഇന്നലെ പ്രോജക്ട് സിൻഡിക്കേറ്റിന്റെ വന്ന തരൂരിന്റെ ഓപ്പൺ പേജിലെ ലേഖനം, അത് 2 ദിവസം മുമ്പ് പ്രസിദ്ധീകരിച്ചതാണ്. ഇന്നലെ അത് ചർച്ചയാകുന്നു. ഇന്നിതാ ഈ പ്രസംഗം. അങ്ങനെ തുടരെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു ഘട്ടത്തിലേക്ക് ഹൈക്കമാൻഡിനെ എത്തിക്കുകയാണോ ശശി തരൂർ? ഉറപ്പായും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും സുജയ. ഒരു സംശയവും വേണ്ട. നേതൃത്വത്തിൽ ബഹുഭൂരിഭാഗം നേതാക്കൾക്കും തരൂരിനെതിരെ നടപടിയെടുക്കണം എന്ന അഭിപ്രായമാണുള്ളത്. അതിനിടെയാണ് ഈ അഭിപ്രായവും മുറുമുറുപ്പും അതൃപ്തിയും ഒക്കെ പുകയുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ചൂണ്ടി കരിസ്മാറ്റിക് ലീഡർ എന്ന രൂപത്തിലുള്ള പ്രതികരണം ലണ്ടനിലും നടത്തുന്നത്. മാത്രമല്ല, കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയസമീപനങ്ങൾ ഉണ്ടായിരുന്നു, സോഷ്യലിസം അടക്കം. അതിൽ നിന്നൊക്കെ മാറി ഒരു വലതുപക്ഷ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്ന് വലിയ ഉച്ചത്തിൽ തന്നെ ശശി തരൂർ ലോകത്തോട് വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാരവൽക്കരണം, ആഗോളവൽക്കരണമൊക്കെ വന്നു. അതിനെ കൂടുതൽ ശാക്തീകരിക്കാൻ ഇപ്പോഴുള്ള കേന്ദ്ര സർക്കാരിന് കഴിയുന്നു എന്നുള്ളതായിരുന്നു ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കം. ഇന്ത്യയിൽ ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇതിന് കാരണം ഊർജ്ജസ്വലമായ ഒരു നേതൃത്വമാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. പലതരത്തിലുള്ള സുജയ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഈ അടിയന്തരാവസ്ഥ കാലത്തെ കോൺഗ്രസിന്റെ ക്രൂരതകൾ വിവരിക്കുന്നതായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണം പുറത്തുവരുന്നു. ഇരുപതിൽ തുടർച്ചയായ ദിവസം കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഹൈക്കമാൻഡ് കരുതുന്നത് തൽക്കാലം നടപടിയിലേക്ക് പോകേണ്ടതില്ല, ഈ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി BJP പ്രവേശം എളുപ്പമാക്കി കൊടുക്കേണ്ടതില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെയും ഹൈക്കമാൻഡിന്റെയും നിലപാട്. പക്ഷേ കടുത്ത അതൃപ്തിയുണ്ട്. നേതാക്കളാകട്ടെ, കേരളത്തിൽ നിന്നുള്ള KPCC നേതൃത്വമാകട്ടെ തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യമുയർത്തുന്നു, വിശദീകരണം ചോദിക്കണമെന്ന അഭിപ്രായം പറയുന്നു. ഏതായാലും തൽക്കാലം നടപടി വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹൈക്കമാൻഡ് ഇപ്പോഴും സുജയ. ഓക്കെ, കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കുന്നു ശശി തരൂർ, വാക്കിലൂടെ എഴുത്തിലൂടെ. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോവുക, അതാണ് നമുക്ക് അറിയേണ്ടത്. താങ്ക് യു ആദിൽ പാലോട്.